is like a movie in my mind. Feels like you've always been here in my life. Your voice is like a song I can't forget you, and I never wanna let you go. I just wanna let you know. You make me laugh a little louder. You make me dream a little bigger. My life is so much sweeter 'cause you make me better. We hold so many memories in our hearts, so close, even if we're far apart. Standing on the edge of new beginnings, I can't wait to see just what you'll do. And every time I think of you, you make me laugh a little louder. You make me dream a little bigger. My life is so much sweeter 'cause you. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം ഇതാ കർത്താവിന്റെ ദാസൻ വചനം പോലുണ്ട്. നന്മ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനവംശമായ നമ്മുടെ വസിച്ചിരുന്ന നന്മ തന്നെ പറയുമ്പോൾ നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വരയുടെ സ്നേഹത്താൽ അങ്ങയുടെ പുത്രനായ ഈശോയുടെ മനസ്സതാർത്ഥങ്ങളുടെ അനുഭവവും ഈശ്വരുടെ മുഖാരത്തിന്റെ മഹിമ പ്രാപ്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവേശംശയോടെ അപേക്ഷിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും.
എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച് അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങനെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കൃത്യങ്ങളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ ഭരണങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരെങ്കിലും ഞങ്ങളോട് ശ്രമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് ആദരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. അങ്ങേക്ക് പ്രാർത്ഥിക്കുവാൻ സുഖമെത്തുന്നതുവരെ ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും സ്മരണ ഞങ്ങൾ ചെയ്യുവാനാവട്ടെ. ആമേൻ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ മാർഗ്ഗരീത്ത മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, വിശുദ്ധ യൂദാസ്ലിഹായേ, വിശുദ്ധ അന്തോനീസേ, പരിശുദ്ധ പരമദിവ്യകാരൻ ഈശോയ്ക്ക്, പരിശുദ്ധ പരമാദിവ്യകാരൻ ഈശോയ്ക്ക്, പരിശുദ്ധ പരമാദിവ്യകാരൻ ഈശോയ്ക്ക്. ആദ്യമായിട്ട് അഞ്ജുവിനെ ബിബിനെ ക്ഷണിക്കുന്നു മധുരം വെക്കാനായിട്ട്. മണവാട്ടി പെണ്ണിന് മധുരം കൊടുക്കട്ടെ. മണവാട്ടി പെണ്ണിന് മധുരം കൊടുക്കട്ടെ. മണവാട്ടി പെണ്ണിന് മധുരം കൊടുക്കട്ടെ. संग तेरा उड़ा पतंग मेरा हवा में होके मलंग।
जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी। मिला जो संग तेरा, उड़ा पतंग मेरा, हवा में होके मलंग। मैं छोड़ा ही घर बार मेरा, ओ मखना वे मखना, तू ही है संसार मेरा, ओ मखना वे मखना। ये पागल सा है प्यार मेरा, ओ मखना वे मखना। मैं छोड़ा ही घर बार मेरा, ओ मखना। छोड़ा ही घर बार मेरा, ओ मखना वे मखना, तू ही है संसार मेरा, ओ मखना वे मखना। ये पागल सा है प्यार मेरा, ओ मखना वे मखना। मैं छोड़ा ही घर बार मेरा। ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ, ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത്, പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാല. ഞാൻ നിന്റെ അമ്മച്ചിയാടി. വേണ്ട. ഞാൻ നിന്റെ അപ്പനാ സണ്ണി. വേണ്ട. ഞാൻ നിന്റെ വെള്ളപ്പനാടി മാണിസാറ്. പൈങ്കിളി മലത്തിൻ കിളി, പൈങ്കിളി കണ്ണു ചുവക്കണം, പല്ല് കടിക്കണം, ഇഷ്ടിച്ചു വിരട്ടണം, ആകെ വിയർക്കണം. അവരുടെ വിചാരം കോളേജിൽ അവരുടെ വകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് അറിയാം. നമ്മള് പൈസ കൊടുത്താൽ മാത്രം ഇതൊന്നും ശരിയാവുന്നില്ല. നമുക്ക് തന്നെയാ ഫസ്റ്റ്. നമ്മൾ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫസ്റ്റ്, അല്ലേ? അല്ലേ, നമ്മൾ തന്നെയല്ലേ ഫസ്റ്റ്? അതന്നെ, അതാണ്. എടാ ആരാണത്? ഓ, അത് പാലക്കാരി പെണ്ണാണോ? നോക്കൊന്നും വേണ്ട. പാലക്കാരിയാണോ? എന്നാ കോഴ്സ്?
അവള് BSc നഴ്സിംഗാ. പഠിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലൊക്കെ പോവാം. കൊള്ളാം അല്ലേ? പേരെന്നാ? അവളുടെ പേര് ക്രിസ്റ്റിയോ ക്രോക്രിയോ അങ്ങനെ ഏതാണ്ട്. ക്രിസ്റ്റി അല്ലേ? അവിടെ വിളിച്ചാലോ? നീ നോക്കി നോക്ക്. നോക്കല്ലേ? എങ്ങനെ 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 പരിഭവവർണ്ണ പരാഗങ്ങളോ കരുണയുമായി ഇവള് വളയുന്നൊന്നും തോന്നുന്നില്ല. എന്താ ചെയ്യാ? നീ വേറെ വല്ലവരെ നോക്ക്. ഇവിടെ നടന്ന ഒരു കാര്യമില്ല. പറ്റത്തില്ലടാ, ഇവിടെ തന്നെ ആണോടാ. എടാ ലണ്ടനിൽ പോടാ, നേഴ്സുമാർക്ക് ഭയങ്കര ഡിമാൻഡാടാ. എന്നും പറഞ്ഞ ഈ അഹങ്കാരിയുടെ പുറകെ ആര് നടക്കാനാ? ഓ അതൊന്നും സാരമില്ല. നീ ഒരു ശ്രമം കൂടെ നടന്നു. അതെ തന്നെ. കാറ്റുമൊളിയോ പ്രണയം കിട്ടുണർന്നുവോ ഹൃദയം നീതലോടിയോ ആരോ മഞ്ഞിൻ വെട്ടൂവലാ കാറ്റുമൊളിയോ പ്രണയം കിട്ടുണർന്നുവോ ഹൃദയം നീതലോടിയോ ആരോ മഞ്ഞിൻ വെട്ടൂവലാ വളയെന്നൊന്നും തോന്നില്ല. ഇനി അവസാനത്തെ ഒരൊറ്റ കൈയുണ്ട്, അത് തന്നെ പ്രയോഗിക്കണം. നമ്മുടെ അനസ്തേഷ്യ ക്രിസ്റ്റി, കോവിഡ് വാക്സിനെ ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാ. നിനക്ക് ഞാൻ ചെയ്തുതരാം. അനസ്തേഷ്യ എടാ വിടോ. വിമലുകുട്ട നീ എൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, പാലാക്കാരി കുറുമ്പി പെണ്ണിന്റെ കൂട്ടുകൂടാൻ വാ, പാലാക്കാരി കുറുമ്പി പെണ്ണിന്റെ കൂട്ടുകൂടാൻ വാ, വാ വാ താമര കണ്ണ നീ എൻ പൂങ്കരളല്ലേ പാട്ടു പാടാൻ വാ, നമുക്ക് തോട്ടിൽ കുളിക്കാൻ വാ, പാലാക്കാരി കിറ്റി പെണ്ണിന്റെ കൂട്ടുകൂടാൻ വാ, പാലാക്കാരി കിറ്റി പെണ്ണിന്റെ കൂട്ടുകൂടാൻ വാ. അപ്പുറയുണ്ടൊരു നല്ല സ്ഥലം, അവിടെ 100 കണക്കിന് ഏത്തവാഴ, വാ വാ ചക്കരക്കുട്ട നീ എൻ പൂങ്കരളല്ലേ ഏത്തക്കാത്തന്നിടാം, നല്ല നാടൻ ഏത്തക്കൊല, പൊട്ടിയതല്ല പേട്ടുകായല്ല, നല്ല സൂപ്പർ ഏത്തപ്പഴം, വാ വാ വിമലുകുട്ട ചക്കരയല്ലേ പലക്ക് വേഗം വാ, നല്ല പഴം തിന്നാൻ വാ, പപ്പ വിറ്റ് കാശാക്കും മുമ്പേ ഏത്തക്ക തന്നു വിടാം, പപ്പ വിറ്റ് കാശാക്കും മുമ്പേ ഏത്തക്ക തന്നു വിടാം. തനതിന്ത താനതിന്ത തിന്തിന്തോ താനിന്ത താനെന്തോ 14 രാവുദിച്ചത് മാനത്തോ കള്ളായി കടവത്തു പ്രേമത്തിൻ മുട്ട് വിരിഞ്ഞത് വിമലൻ കണ്ണുകളിലോ ദൃഷ്ടിയുടെ കവിളിലോ പ്രേമത്തിൻ പൂവ് വിരിഞ്ഞത് കുങ്ങുണ്ടോ ദൃഷ്ടിയുടെ കവിളത്തോ തനതിന്ത തിന്തിന്തോ തനതിന്ത തിന്തിന്തോ തനതിന്ത തിന്തിന്തോ താനിന്ത തനതിന തിന്തിന്തോ ഉദിച്ചത് മാനത്തോ പ്രസ്തിയുടെ കവിളത്തോ ജിമ്പോടി കണ്ടിട്ടു വിമലണ്ണൻ സിറിഞ്ചുകൊണ്ട് അനശീഷ്യ തന്നിട്ടു തനതിന്ത തിന്തിന്തോ താനിന്ത തിന്തിന്തോ തനതിന്ത തിന്തിന്തോ തിന്തിന്തോ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാ ഒരു ഗാനം മാത്രം
മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടെ നിന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടെ നിന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ട് സ്വപ്നങ്ങൾ കണ്ട് നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. Song to sing to help me cope every day. If you see the wonder of a fairy tale, you can take a future even if you fail. I have a dream, a song to sing. Have dust on my boots of 1,000 cathedrals, and I have taken my place with bended knees, and I have raised my voice with a multitude of angels whose nests are treasured by your trees. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നന്മ മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ നന്മകളെ ഓർക്കുന്നു. കുടുംബത്തെ സ്ഥാപിച്ചു ദാമ്പത്യ ജീവിതത്തെ ആശീർവദിക്കുന്ന അങ്ങയുടെ സംരക്ഷണത്തിന്റെ കരം ഇന്ന് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്ന ക്രിസ്തിയെയും വിമലിനെയും ഉയർത്തിപ്പിടിക്കണമേ. അങ്ങയുടെ ഈ മക്കളുടെ മേൽ പ്രസാദ ജീവിതം വഴി സ്വർഗത്തിന്റെ കടാക്ഷവും കൃപയും സ്വീകരിക്കുവാൻ ഇവർക്ക് ഇടയാവട്ടെ. ദൈവപിതാവിന്റെ അനുഗ്രഹവും പുത്രനായ യേശുവിന്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും ഇവരുടെ മേൽ ഉണ്ടാവട്ടെ. ആമേൻ. The sun might be shining just a little more bright. I think the stars might be hanging just a little more high. Come on, love, a new day is calling and it feels so right. Do 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 do. You know what I wanna do. സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം ശാന്തി പ്രത്യാശ
ഉന്നതമാ സ്വലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ശാന്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുഗ്രഹ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദാസരെ അങ്ങയുടെ അനുമതി ചേർക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹബന്ധത്താൽ ഹൃദയത്തിൽ ജീവിക്കാൻ ഈ ദാസന്മാരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാക്കി വധൂരന്മാരെ സമരരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകം ജീവിക്കുന്ന കുടുംബത്തിനും ദ്രോഹങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നമ്മയ്ക്കും വേണ്ടി പ്രദാശ യോഗ്യതയോടെ പരിഗമനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരേക്കും. എന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പതുദേഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനുമായ വാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്നെ സ്നേഹം മൂലം നിന്നെ തന്നെ മളവാട്ടിയായി തിരഞ്ഞെടുത്തു. തൊഴിലായ കന്യമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വഴി നടക്കുന്ന മന്ത്രിവഴിയാകും. നിന്റെ മക്കൾ മെസ്സിക്കിട്ടും സൈതമുള്ളവർ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്നെ സ്നേഹം മൂലം നിന്നെ തന്നെ വണവാട്ടിയായി തിരഞ്ഞെടുത്തു. അങ്ങയുടെ സ്വന്തത്തിലെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാൻ ഞങ്ങളുടെ ദീർഘമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയും നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങരാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥാജനയിക്കും. നമുക്ക് മാർഗദീപകമായിരിക്കട്ടെ. നിന്നെ വണങ്ങി നമിക്കുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
കൃപയുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാജനേക്കും. സഹോദരരെ, പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആരോഗ്യവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമൊഴികളോ പിന്നെയും മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമായ ആത്മാവാവുന്ന അനുസരണം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരുന്ന വിശ്വസ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചു വരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവാഹത്തോടെ നിങ്ങളുടെ ഭാര്യയോട് ജീവിക്കും. സ്ത്രീ തെളിഞ്ഞ പാത്രമെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യമായി അവകാശം നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാൻ വേണ്ടി ആണിത്. മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞി തന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് കൊടുത്തു, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ കരിയാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുന്നു. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനോട് വെള്ളം നൽകുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണങ്ങളിൽ വെള്ളം നിറയ്ക്കും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവർക്കാരൻ വീഞ്ഞായി മാറി വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ വെള്ളം കോരി കരിഞ്ഞാറ് അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളങ്ങുന്നു, അതിഥികൾക്ക് എതിരെ പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തി അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെറിയ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വിമൽ, ക്രിസ്റ്റി, ബഹുമാനരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിമലിനും ക്രിസ്റ്റിക്കും ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഇടവ സമൂഹ
സമൂഹത്തിലെ പുതിയൊരു കുടുംബം രൂപം കൊള്ളുകയാണ്. ഒരുപക്ഷെ ക്രിസ്ത്യയും ചിന്തിക്കുന്നു, എറണാകുളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം നമുക്ക് പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിച്ചു. മാതാപിതാക്കളുടെയും സഹോദരനെയും ചിന്തയും അത് തന്നെയാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കൊടുത്ത് അന്വേഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചതാണ് എന്ന് വിമലിൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യൻ മതത്തിൽ ചിന്തിക്കുന്നതാണ്. ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇവരുടെ പ്രവചിതം ആരംഭിക്കുന്നതിന് വേണ്ടി ഇവരെ ഒരുക്കി രൂപപ്പെടുത്തിയെടുക്കാൻ ഒത്തിരി ആളുകൾ അതിന് മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പ്രയത്നങ്ങളുമുണ്ട്. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നത് നമ്മൾ ദൈവത്തിന്റെ അനാഥിയുടെ പദ്ധതിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്ന് മാത്രമാണ്. അതാണ് രണ്ട് കുടുംബാംഗങ്ങളും ഇവരുടെ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇവരെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലെ ഭാഗമായി മാറാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുവദിച്ചു. നമുക്ക് പ്രത്യേകമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം വിമലും ക്രിസ്ത്യയും ആ ദൈവം അവരെ ഏൽപ്പിക്കാൻ പോകുന്ന ഉത്തരവാദിത്തം അതിന് പുറന്നുകൂടി നിറവേറ്റി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടർന്നുള്ള അവരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. കനാന്റെ കല്യാണ വിരുന്നിന്റെ ഓർമ്മയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വായിച്ചു കേട്ടത്. എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ ജീവിതങ്ങളെ വിശുദ്ധമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരസ്പരം അർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാർക്കവയ്ക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം രണ്ടുപേരുടെയും വലിയ ഉത്തരവാദിത്വം അറിയുക. ഒരു കുറവും പോരായ്മയും കൂടാതെ ദൈവം ഇന്ന് നിങ്ങളുടെ കൈകളിൽ പരസ്പരം ഏൽപ്പിക്കുന്ന ഈ ജീവിതങ്ങളെ ജീവിത അവസാനത്തിൽ ദൈവസന്നിധിയിലെ ഏറ്റവും പരിപൂർണതയോടുകൂടി തിരിച്ചു കൊടുക്കുക എന്നതാണ് ഉത്തരവാദിത്വം. വചനം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന ജീവിത പങ്കാളിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലൊരു നല്ല ജീവിത പങ്കാളി കിട്ടാനില്ല. ദൈവം വചനത്തോട് പറയുന്നത് ഏറ്റവും ചേർന്ന ഇണയം നിൽക്കാൻ തരും. അതാണ് ഇന്ന് ഇവിടെ ഈ അധ്യായം മുമ്പിൽ സംഭവിക്കുന്നത്. ഏറ്റവും ചേർന്നവരാണ്. അത് ആളുകൾ കണ്ടുപിടിച്ച ചർച്ചയില്ല. ദൈവത്തിന്റെ തിരുമുമ്പിൽ ദൈവഹിതത്തിൽ നിങ്ങളെ രണ്ടുപേരെയും ദൈവം ഈ കാലഘട്ടം മുഴുവൻ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ. ഒരു കുറവും നിങ്ങൾക്ക് തമ്മിലില്ല. നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന സാധനം അത് ആര് വിശുദ്ധീകരിച്ച് തന്നതാണ്? ദൈവം വിശുദ്ധീകരിച്ച് പരസ്പരം ഏൽപ്പിക്കുകയാണ് ഈ കുദാശ വഴി. ഇതിലൂടെ കിട്ടുന്ന അദൃശ്യമായ വരപ്രസാദത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതുവഴി നന്മയുടെ ജീവിതമായി മാറുമെന്നൊരു സംശയമില്ല. നല്ല ദൈവം നാം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആത്മീയവിധനായ സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകരമായ കുടുംബ ജീവിതം നയിക്കുവാനും വിവാഹബന്ധത്തിന്റെ അഭേദ്യമാനത്തെ വിലപിടിച്ച മിശിഹായെ വിശ്വസത്തോടെ സന്തോഷപ്രദമായ ജീവിതം നയിക്കുവാൻ സന്തോഷത്തോടും പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യനിരവധിയുടെ അർഹനാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇടപെടാത്ത മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ പദവി ഈ കൂദാശ യോഗയുടെ കൈകാര്യം ചെയ്യുന്നതിന് മുഴുവൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോട് ശ്രദ്ധയോടുകൂടി പൗരമായി പ്രാർത്ഥിക്കാം. ആദിയിലെ പുരുഷ ജീവിത സഖ്യം നൽകിയ ദൈവം അങ്ങയുടെ അംഗപരിമാനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കുദാശ യോഗ്യതയോടെ പരിപാലനം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. അങ്ങയുടെ പ്രഭാവം സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരീരങ്ങൾ ശ്രീധരമായി നിനക്കേ
വിലപിക്കാൻ സ്വയമേ കുരിശിൽ പാവന ബലിയായി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ട്രീസ ക്രിസ്റ്റിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ട്രീസ ക്രിസ്റ്റി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തിലൂടെ വർഗീസ് വിമലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വിവാഹോടൊപ്പം സാക്ഷ്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുത് കാര്യങ്ങൾ ചേർത്ത്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഒന്നിപ്പിക്കുന്ന താലിയെ അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിനും പരിപൂർണമായ വിശ്വസ്തനും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുൻപിലുമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരുടെ അടയാളമായി ഇവർ പരസ്പരം അണിക്കുന്ന മോതിരങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിലും മഹത്വത്തിന് വസ്ത്രം പണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സൗഭാഗ്യമേക മണ്ണിലിന്നോടു ചേർച്ച യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധമായ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരിച്ചോടെ ശിക്ഷായും വിശുദ്ധമായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷണവുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗീയ വന്ദനഗീത സ്വർഗീയ വന്ദനഗീത നിത്യജീവന്റെ കവിത ഈ അടുത്താരയിൽ നിന്നരതാരു തേടി അണയുന്ന ഈശോയിതാ നിത്യജീവന്റെ കവിത ഈ താരയിൽ നിന്നും നിന്നരതാരു തേടി അണയുന്ന ഈശോയിതാ. ദൈവമേ, ഈ ദമ്പതിമാരുടെ ഞങ്ങളുടെ കാലത്തിന്റെ ഫലം കൈനീട്ടണമേ. ഞങ്ങളുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അപരാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിക്കുന്ന പരിപാലനം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കർമ്മത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുന്ന കാര്യം ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാസിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും പ്രസിദ്ധിയും അർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുത്തവരെയും ദൈവം ആശീർവദിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ പ്രധാനപ്പെട്ടവേ സ്വസ്തി. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഈ അർപ്പിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് Summer
Christy. It's me, Faith Johnson, hosting this occasion. So, the art of marriage is about standing together and facing the world. From now on, to stand together and face the world, let me introduce Vimal and Christy as husband and wife for the first time. So without any ado, let us all rise and give a warmest welcome to the newly married couple. I think it's my responsibility to once again introduce them before you. So here's a bit of quick info about the bride and the groom. So our groom, Mr. Vimal Michael, he has completed 3 years of his professional life as an anesthesia technician at Mediclinic Dubai. His father is Mr. Michael Matthew, mother Mrs. Sheena Michael. He has got an elder brother, he is Mr. Amal Michael. He is married and his wife is Mrs. Dhanya Amal. They are blessed with a little son, he is Hayden Amal. And our bride, Miss Christy Kimani. She is currently a nurse in Northern Ireland, UK. Her father is Mr. Sunny Kim, mother Mrs. Jane Sunny. Christy has 2 younger sisters and they are Caroline and Kathy. Now, I welcome the parents and siblings of the bride and the groom and join them on the stage. I also welcome the parents and siblings of Christy to join us on the stage. So it's time for the lamb lighting ceremony. As Vimal and Christy embarks on this journey together, I invite their parents to come forward and light the lamp. ഇവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷകരവും ദുഃഖകരമായ നിമിഷങ്ങളിൽ ഈ ദീപത്തിന്റെ പ്രകാശം പോലെ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനമാണിത്. So now I humbly invite Christy and Vimal to light the lamp together, creating a circle of life to share the love and commitment towards each other forever. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ ആദ്യ കർമ്മം വെളിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതുപോലെ ഇവരുടെ ജീവിതവും പ്രകാശം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്തതായി കേക്ക് കട്ടിംഗ് സെറമണിയാണ്. Cake as a symbol of happy married life. So let us wish them a life full of joy and love. So Christy and Vimal, I request you to cut that cake and exchange it among yourself and your family, please. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and you
everyone to wish good health and happiness to the lovely couple. Again, I invite Christy and Vimal to toast a brand new life. This is the most beautiful moment we are witnessing, and I want all of you to just encourage them with your claps. I request everybody to clap for them. We got a beautiful story. Every moment on and on. We got a beautiful story. And we've only just begun. The best is yet to come. The best is yet to come. The best is yet to ചേട്ടനും ചേച്ചിക്കും ഒരു കപ്പിൾ ഡാൻസ് കളിക്കാനായിട്ട് ഒരു ചാൻസ് തരാണ്. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്തൊക്കെ പെർഫോം ചെയ്യുക. നമ്മളൊരു റൊമാൻറ്റിക് സോങ് അവർക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരെ ഒന്ന് എൻകറേജ് ചെയ്യണം. ചേച്ചിക്ക് ഭയങ്കരമായിട്ട് നാണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് കൈകൊണ്ട് എൻകറേജ് ചെയ്യാമോ? ചേട്ടാ ഒന്ന് അറിഞ്ഞോ, ചെറുതായിട്ടൊന്ന് ആടാം. ചേച്ചിയുടെ കൂടെ ഒന്ന് സഹകരിക്കാൻ ഡാൻസ് കളിക്കാൻ.
കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടാണ് എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ആ ഒരു ഫീലൊക്കെ വന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സീനൊന്ന് മാറ്റുവാണ്. നമ്മളൊരു ലൈബ്രറി ഫുൾ ബുക്സ് ആയിട്ട് മൊത്തം നിശബ്ദത. അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുകയാണ്. ചേച്ചി നമ്മുടെ ചേതൻ ഭഗത്തിന്റെ ഒരു ലവ് സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടന് കുറേ കാലമായിട്ട് ഇങ്ങനെ ഉള്ളിലൊതുക്കിയ ഒരു പ്രണയം. അപ്പോൾ ചേട്ടനത് പറയാൻ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്നില്ല. ചേട്ടനപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ സ്ഥലത്തോടെ പോകുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നു. ചേച്ചി ബസ് സ്റ്റോപ്പിലേക്ക് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചേട്ടൻ എന്ത് ചെയ്താൽ പറ്റുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ചേച്ചി ലൈബ്രറിയിലോട്ട് പോകുന്നത് കാണുന്നത്. അപ്പോൾ ഓക്കെ, ലൈബ്രറിയിലാണെങ്കിൽ മറ്റേ ലൈബ്രറിയെ മാത്രമേ ഉള്ളൂ. നല്ല പറ്റിയ സിറ്റുവേഷനാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് ചേച്ചീനെ പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രപ്പോസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യണ്ട. ഇനിയിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പൊ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ചേച്ചി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇരിക്കുകയാണ്. ചേട്ടൻ എന്ത് ചെയ്ത് നമ്മുടെ അടുക്കാൻ പറ്റുന്നില്ല. ചേച്ചി കണ്ടു. വീണ്ടും ചേച്ചി ആറ്റിറ്റ്യൂഡ് ഇടാണ്. ചേട്ടൻ അപ്പൊ ആലോചിക്കാം. കണ്ടിട്ടുണ്ട്. ഞാനും തന്നെ ഒരുപാട് നാളായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് പുറകെ നടക്കുന്നുണ്ട്. ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അല്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോഴേ അവസരം കിട്ടിയേ. ൊട്ടെ മോഹിപ്പിക്കും പെണ്ണാണി, മണിവാരത്താരം പെണ്ണിൻ വെയിൽ നിന്നാണി. താങ്കം നിന്നെ കണ്ടാൽ അമ്പും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോലും മഞ്ചാനേ. നീ ചോരം തോളുണ്ട്, ചുണ്ടോളം ചീരുണ്ട്, രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചെയ്യാൻ നല്ലക്കാരുണ്ട്, കളവിനെ പന്തല് കെട്ടി തപ്പും മുട്ടി ചെണ്ടേ കുട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലം ചില്ലാല. ചില്ലം 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 ചില്ലാല. ചില്ലം 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 ചില്ലാല. ചില്ലം 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 ചില്ലാല. ചിത്തക 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 ചില്ലം ചില്ലാല. ചില്ലം ചില്ലാല ചില്ലം ചില്ലാല ചില്ലം ചില്ലാല ചില്ലം ചില്ലാല. ഒരു കൊട്ട സ്വപ്നം തന്നോരോ മുത്താണ്. ഞാൻ പണ്ടേ കച്ച
കെട്ടി നിന്നെ കെട്ടാൻ പാണേ വഴിയോരം വെള്ളം പല്ല കെട്ടി നിന്നാണേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോ എല്ലാവരും കൂടിയിട്ടുണ്ടേ ആശപ്പൂ കൊട്ടാരം പിന്നോളം പൊട്ടിയിലേ സിംഗാരം പട്ടും ചുറ്റിച്ച് നട്ടം പുട്ടും കൂട്ടി കാത്തു എത്തിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല കണ്ണോട് കൺപേസ വാർത്തയില്ല ഇന്നല്ലോ ഉള്ളുക്കുള്ള വെള്ള சொல்லாம வெட்டம் தள்ள சின்ன சின்ன ஆசை உலகத்தை திங்கி பேச மல்லிகை பூ வாசம் கொஞ்சம் காத்துள்ள வீச புத்தர் முதல் பார்க்க நிஜமுத்தில் முத்தாவிற்க புத்தர் பொது வாழ்க என உன்னோடு சேர்க்க
கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் எங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே I wish you my best wishes on your wedding day. May God bless you and be well and may you be happy forever. I'm sorry I could not be there for this occasion, but I am sending you bouquets and bouquets and bouquets and bouquets. All those bouquets are for you. They are arranged for this occasion, right? You have to remember and thank God for you. You are a blessing to our family. You are the first grandchild who stayed a long time with the grandparents, and every time we came home, it was Christy, Christy and more Christy. We really enjoyed your company. The pranks that you played as a child, the songs that you sang, the fun. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே உனக்கு புரியுமா Hi Vimal. I remember that day, like, you know, not that day, those days when I initially came here after marrying my husband. Yeah, that's your brother. That time I felt like you are like a bit lazy kind of a person and like who is not that interested in helping Achachin and all. And I was wondering why you are like this. But now I really find a difference in you that you have become, I don't know, I think the credit, responsible. Yeah, I think the credit goes to Christy because of Christy, I guess he's changed a lot and he's being very responsible in whatever he does. Like, and you know, he wants the perfection, everything. He completes his work, and he's not at all lazy nowadays. You know, so I feel like he has changed a lot over these years. Like past, like how many years? 5 years we got married. So. Yeah, so I'm very happy for them actually. I wish them a very happy married life. Stay happy and safe. കറക്റ്റാണ് നമ്മൾ പറഞ്ഞത്. അവന് നേരത്തെ കുറച്ച് ലേസി ആയിരുന്നു അവൻ. പിന്നെ ഇപ്പോൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുണ്ട് കാര്യങ്ങളിൽ. ഓഫ്കോഴ്സ് അത് ഒരു എന്താ പറയുന്നത്, ഒരു മാരീഡ് ലൈഫിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു എന്താ പറയുന്നത് പ്രിപ്പറേഷൻ. എനിവേസ് hope you'll be the same, no? ഞങ്ങൾ ബാച്ചിലേഴ്സ് എന്നപ്പോൾ അടിപൊളിയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേ നമ്മൾ ഒത്തിരി അങ്ങനെ മിങ്കിൾ ചെയ്യുന്നില്ല രണ്ടുപേരും പല സ്ഥലത്തായി പോയി. അതിന് മുമ്പ് ചെറുപ്പം തൊട്ട് വണ്ടിയും കൊണ്ട് അവിടെ എവിടെയും പോവുക, വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിക്കുക. ഒരു പ്രാവശ്യം ബൈക്കും കൊണ്ട് പോയിട്ട് പുറകെ വെച്ച് കൊണ്ടുപോയി ചെറുപ്പത്തിലാണ്. അപ്പോൾ അവൻ പറഞ്ഞു പതുക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഈ പേടി കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് സ്പീഡിൽ വെച്ച് കാച്ചി വിട്ടു. നമ്മൾ നേരെ പോയിട്ട് ഒരു ജീപ്പിൻ്റെ പുറകിൽ ഇടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണുന്നില്ല. ഇവൻ എൻ്റെ മുകളിൽ കൂടി പോയിട്ട് ജീപ്പിൽ ഇടിച്ചിട്ട് താഴെ വീണേക്കോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞിട്ട്. കല്യാണത്തിന് മുൻപ് ഞാൻ അറിഞ്ഞത് അവൻ ഇത്രയ്ക്കും നല്ല കലാകാരനാണ്. ക്രിസ്റ്റി ഇവനൊരു നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ. യെസ്, അവന് അടിപൊളിയായിട്ട് പെയിൻറ്റിങ്സ് ചെയ്യും. പക്ഷേ പുള്ളി എപ്പോഴും ഒന്നും ചെയ്യത്തില്ല. വല്ലപ്പോഴും ചെയ്താൽ നല്ല സൂപ്പറായിട്ട് ചെയ്യും. പൊതുവെ മടിയാണ് ചെയ്യാൻ, പക്ഷേ ചെയ്താൽ ഇപ്പം ഞാനും പടം വരയ്ക്കുന്ന ആളാണ്, പക്ഷെ എന്നെക്കാളും ബെറ്ററായിട്ട് അവൻ ചെയ്യും. അപ്പം അതൊന്ന് നോക്കിക്കോണം, എൻകറേജ് ചെയ്യണം. എന്നാലാണ് പുള്ളി ആ ടച്ച് വിട്ട് പോകാതിരിക്കുള്ളൂ. ഇൻഫാക്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ ഫസ്റ്റ് ആർട്ട് വർക്ക് ഞാൻ കാണുന്നത് ജസ്റ്റ് എന്താ പറയുക, ഒരു മേ ബി ലൈക്ക് 3-4 months ബാക്ക്. ദാറ്റ് ഈസ് വെൻ നിങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച ആ ഒരു ടൈമിലായിരുന്നു. അപ്പോഴാണ് അവന്, ദാറ്റ് മീൻസ് യു നോ, ബിക്കോസ് ഓഫ് ക്രിസ്റ്റി ഐ ഗെസ്, യാ യു ഹാവ് ചേഞ്ച് ഹിം എ ലോട്ട്
Maybe he's like getting more happy and more interested towards all these kind of things, you know. അപ്പോൾ അവൻ്റെ ആ കലാവാസന അതൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് അതൊന്ന് കീപ്പപ്പ് ചെയ്ത് ഇങ്ങോട്ട് പോവാം. പഠിക്കുന്ന കാര്യത്തിലാണ് ഞാൻ ഫുൾ ടൈം ബുക്സിന്റെ ഫ്രണ്ടിലായിരുന്നു. പക്ഷെ ഇവൻ പരീക്ഷയുടെ തലേ ദിവസം ജസ്റ്റ് ബുക്ക് എടുത്ത് മറിച്ച് നോക്കും, പരിപാടി കഴിഞ്ഞു, നേരത്തെ കിടന്നുറങ്ങും. എക്സാം കഴിച്ചിട്ട് റിസൾട്ട് വരുമ്പോൾ ഇവനായിരിക്കും കൂടുതൽ ലൈക്ക് ആ ഒരു പെർസെൻറ്റേജ് എപ്പോഴും അവൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒരു മാരീഡ് ലൈഫിലോട്ട് കിടക്കുവാണ്. അപ്പം വി ബോത്ത് വിഷ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ്. അവനും ക്രിസ്റ്റിക്കും നല്ലൊരു ഭാവി ജീവിതം നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോ നന്നായി വരട്ടെ. ഞങ്ങളുടെ ആശീർവാദം ഇരിക്കട്ടെ. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the